2010 ഈ ആക്റ്റിൽ ഇത് കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്ന ആക്റ്റാണ് എന്നുള്ളത് പൊതുസമൂഹം അറിയേണ്ടതായിട്ടുണ്ട്. ഇത് BJP കൊണ്ടുവന്ന ആക്റ്റല്ല. കോൺഗ്രസ് ഗവൺമെൻറ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്നുള്ള 8 കേന്ദ്രമന്ത്രിമാരുള്ള സമയത്തുണ്ടായ ആക്റ്റാണ്. അന്ന് ഇവരാരും ഇത് കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഡിസ്കഷൻ വന്നു. മാത്രമല്ല CBCI കഴിഞ്ഞ ദിവസം മന്ത്രി കിരൺ റിജിജുവായിട്ട് ഒരു ചർച്ച നടത്തിയിരുന്നു. എനിക്ക് എൻ്റെ പിതാവിൻ്റെ അടുത്ത് പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാം പറഞ്ഞു. സന്തോഷം. പിതാവിനെ ധരിപ്പിക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട്. FCRയെ സംബന്ധിച്ചുള്ള ആകുലതകൾ അതിനെ സംബന്ധിച്ച് 2 ആക്റ്റുകളും വിശദമായിട്ട് ചർച്ച ചെയ്തു. ഈ സഭ പ്രതിസന്ധിയായി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആകുലതയായി പറഞ്ഞിട്ടുള്ള സെക്ഷൻ 15 2010 ആക്ട് സെക്ഷൻ 15 ക്ലോസ് 1 ആണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് 2026 വന്നിട്ടുള്ളത്. അതിനുള്ള ആകുലതയാണ് സഭ പങ്കുവച്ചിട്ടുള്ളത്. പക്ഷേ 2010 ഈ ആക്റ്റിൽ ഇത് കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്ന ആക്റ്റാണ് എന്നുള്ളത് പൊതുസമൂഹം അറിയേണ്ടതായിട്ടുണ്ട്. ഇത് BJP കൊണ്ടുവന്ന ആക്റ്റല്ല. കോൺഗ്രസ് ഗവൺമെൻറ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്നുള്ള 8 കേന്ദ്രമന്ത്രിമാരുള്ള സമയത്തുണ്ടായ ആക്റ്റാണ്. അന്ന് ഇവരാരും ഇത് കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഡിസ്കഷൻ വന്നു. മാത്രമല്ല CBCI കഴിഞ്ഞ ദിവസം മന്ത്രി കിരൺ റിജിജുവായിട്ട് ഒരു ചർച്ച നടത്തിയിരുന്നു. ഇനി ഫോളോ അപ്പ് ആയിട്ട് ഒരു ചർച്ചയും കൂടെ ഉണ്ട്. അത് ഇവിടുന്നും കൂടെ സുറ മലബാർ സഭയുടെയും കൂടെ പ്രതിനിധികളുണ്ടാവും ആ ചർച്ചയിൽ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കൺസേൺസ്, എന്തൊക്കെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പം സർക്കാരിൻ്റെ ഒരു ഭാഷ എന്ന് പറയുന്നത് സർക്കാർ ഒരിക്കലും ഒരു റിലീജിയസ് അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനുള്ളൊരു ആക്ട് അല്ല ഇത്, എന്നാൽ അമെൻമെൻ്റ് അല്ല ഇതെന്നുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ആ അമെൻമെൻറ്റിൽ ഏതെങ്കിലും തരത്തിൽ മതസ്ഥാപനങ്ങളെ ഏതെങ്കിലും ഇതിൽ ബാധിക്കുന്ന വിഷയങ്ങളുണ്ടോ എന്ന് സംബന്ധിച്ച് വിശദമായിട്ട് മന്ത്രി കിരൺ റിജിജുവിനെയാണ് അതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഡേറ്റ് കൺഫേം ചെയ്തതിന് ശേഷം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ടീം ഉണ്ടാവും. ആ ടീം CBCയുമായി ബന്ധപ്പെട്ട് CBCയുടെ ഒരു പ്രതിനിധി സംഘം മന്ത്രി കിരൺ റിജിജുവായിട്ട് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യും. ഞാൻ പുലർത്തിയിരുന്ന ആളല്ല, എന്നും പുലർത്തുന്ന ആളാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ സഭയെ അല്ല വിമർശിച്ചത്. സഭയുടെ ഭാഗമാണ് എന്ന് പറയുന്നൊരു മുഖപത്രത്തെയാണ് വിമർശിച്ചത്. അത്രേ ഉള്ളൂ. അത് ഞാൻ എൻ്റെ നിലപാട് എന്താണെന്നുള്ളത് എല്ലാവർക്കും ഞാൻ വളരെ വിശദമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ആ നിലപാടുകളെക്കുറിച്ച് എൻ്റെ പരാതികൾ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. അതിലൊക്കെ തീരുമാനങ്ങളുണ്ടാവും. ഇല്ല ഞാൻ ഇവിടെ ഇരിക്കുന്ന ആരും അത്ര മോശക്കാരായിട്ടുള്ള ആളുകളല്ല. ഞാൻ ഏതർത്ഥത്തിലാണ് എന്താ സംസാരിച്ചതെന്നൊക്കെ അതിന് ബോധ്യമുള്ള ആളുകളും അത് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചെന്ന് ബോധ്യപ്പെടുത്തേണ്ടവരെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ല എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റില്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടായിരുന്ന ആകുലതകൾ അല്ലെങ്കിൽ ഈ ഇലക്ഷൻ സമയത്ത് ഞാൻ ഇവിടെ വന്നത് തന്നെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിതാവുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം പിതാവുമായിട്ട് സംസാരിച്ചു. അതാ ഇത്രയും താമസിച്ചത്. അല്ലല്ല തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലല്ലേ അത് മാറ്റേണ്ട കാര്യമുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ആർക്കും അങ്ങനെ തെറ്റിദ്ധാരണയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാടിൽ നിൽക്കേണ്ട ആളാണ്. ആ നിലപാടിൽ നിന്നുകൊണ്ട് ഒരു ക്രൈസ്തവ സഭാ അംഗം എന്ന നിലയിൽ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ കൃത്യമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് തന്നെ പങ്കുവച്ചിട്ടുണ്ട്. അത് പറയേണ്ടടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ തീരുമാനങ്ങളുണ്ടാവും. അല്ല, എന്നെ സംശയിക്കുന്നത്, ഞാൻ ഈ നിമിഷം വരെയും ആരെയെങ്കിലും വ്യക്തിപരമായി സഭ ഇന്ന കുറ്റം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. പാർട്ടി പറഞ്ഞോ? BJP പറഞ്ഞോ? ഇല്ലല്ലോ. അത് ഞാൻ ആക്ഷേപം ഉന്നയിച്ചത് ഒരു പത്രത്തെക്കുറിച്ചാണ്. ആ പത്രം സഭയുടെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പത്രമല്ല. അതിനകത്ത് എഴുതുന്ന എല്ലാം സഭയുടെ അഭിപ്രായമല്ല. സഭയുടെ അഭിപ്രായങ്ങൾ അതിനകത്ത് വരാറുണ്ട്. അതിനകത്ത് എഴുതുന്ന എല്ലാം സഭയുടെ അഭിപ്രായങ്ങളാണെന്നുള്ള അഭിപ്രായം ഒരു പൊതുജനം അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അല്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല എനിക്കുണ്ടായിരുന്നു. അതാണ് ഞാൻ ചെയ്തത്. അല്ല അത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല PC ജോർജിൻ്റെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ച്, അദ്ദേഹം നിങ്ങളൊക്കെ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ നാക്ക് മോശമാണ്, അദ്ദേഹത്തിൻ്റെ ശൈലി മോശമാണ്, അദ്ദേഹം പറയുന്ന മോശമാണെന്നൊക്കെ പറയും. പക്ഷെ എല്ലാ കാലത്തും രാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയ ലാഭനേട്ടങ്ങൾ നോക്കാതെ, ലാഭനഷ്ടങ്ങൾ നോക്കാതെ സഭയ്ക്ക് വേണ്ടി നിലകൊണ്ട ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്രവോക്ഡാവും. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അത് പാർട്ടിയുടെ അഭിപ്രായമല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയും പറഞ്ഞിട്ടുണ്ട്. എന്തോ അല്ല, FCRയിൽ ഞാൻ പറഞ്ഞില്ല. ആ ഭേദഗതി പാർലമെൻറ്റ് മാറ്റിവെച്ചു. ചർച്ചയ്ക്ക് വേദി തുറന്നു എന്ന് പറയുന്നത് തന്നെ BJPയുടെ സഭയുടെ ആകലതയോട് BJP കാണിച്ച
ഏറ്റവും നല്ലൊരു സമീപനമല്ലേ. ആ സമീപനത്തിൽ സഭ സന്തുഷ്ടരാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇവിടുന്ന് ഒരു പ്രതിനിധി സംഘം തീർച്ചയായിട്ടും ആ ചർച്ചയിൽ പങ്കെടുക്കും. ഷോണിന് പരിഭവമൊന്നുമില്ലെന്ന് പറഞ്ഞാലും ഇന്നിപ്പോൾ രാവിലെ പാല ബിഷപ്പ് സംസാരിച്ചതൊക്കെ ഷോണിനോട് പരിഭവം ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ. ആ പരിഭവങ്ങളെല്ലാം സഭയുടെ പരിഭവം അല്ല, ഞാൻ കല്ലറങ്ങാട്ട് പിതാവ് രാവിലെ പറഞ്ഞ കാര്യങ്ങൾ ഞാനത് കൃത്യമായി അത് കേൾക്കുന്നു, അനുസരിക്കുന്നു. പിതാവ് പറഞ്ഞ വിഷയത്തിൽ പിതാവ് പറഞ്ഞതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാണെന്നറിയോ, ഒളിച്ചും പാത്തുമൊന്നും നമ്മളിനി നിലപാട് പറയേണ്ട കാര്യമല്ല. പരസ്യമായ നിലപാടെടുത്ത് തന്നെ തെറ്റ്. അപ്പോൾ ഇനിയുള്ള കാലത്ത് ആ നിലപാട് BJPക്ക് അനുകൂലമായിരിക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ ക്രൈസ്തവ വിഭാഗവുമായി BJP നല്ല ബന്ധം പുലർത്തുന്ന ഒരു കാലത്താണ് ഷോൺ ജോർജിന്റെ വിവാദം കൂടി വരുന്നത് എന്നുള്ളതുകൊണ്ട് ആ ക്രൈസ്തവ ബന്ധം പുലർത്തുന്നതിൽ ഷോൺ ജോർജ് വഹിച്ച പങ്കിനെ കുറിച്ചാണ് നിങ്ങൾ പറയാത്തത്? മൈക്ക് നോക്കണമല്ലോ. ആരാന്ന് ചില ചോദ്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ മൈക്ക് നോക്കും. അത് എൻ്റെ സൗകര്യമല്ലേ? എൻ്റെ സൗകര്യമല്ല സുഹൃത്തെ മൈക്ക് നോക്കുക എന്നുള്ളത്. ആരാണെന്നുള്ളത് അല്ല നോക്കണം. ഇനി ഇതിപ്പോൾ ആരാന്ന് നോക്കും. ഉത്തരം പറയുമ്പോൾ മൈക്ക് നോക്കിയിട്ടായിരിക്കും ഞാൻ ഉത്തരം പറയുന്നത്. സുഹൃത്തെ, നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്ന വേണോ അതോ തർക്കിക്കണോ? തർക്കിക്കണോ? തർക്കിച്ചു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ തർക്കിച്ചോ? ക്രൈസ്തവ വിഭാഗവുമായി സഭ അല്ലെങ്കിൽ ഈ അത്ര നേതൃത്വവുമായി ബന്ധപ്പെട്ട് നല്ല ടേംസിലാണ് BJP ഇപ്പം കൂടുതലായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇപ്പോൾ ഷോൺ ജോർജ് ആ ടേംസിന് ഏറ്റവും ആ ചുമതലയുള്ള ആളാണ് ഞാൻ. അതിന് ചുമതലയുള്ള ആളാണ് ഞാൻ. ക്രൈസ്തവ സമയമായിട്ടുള്ള ലെയ്സൺ വർക്കിൽ സംസ്ഥാനത്ത് അതിൻ്റെ ചുമതല ക്രിസ്ത്യൻ ലെയ്സൺ വർക്കിനും ഈ സഭാവുമായിട്ടുള്ള ലെയ്സൺ വർക്കിൽ ചുമതലയാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നേ. വേറെ ആരും എന്നെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടല്ലേ ഞാൻ സഭയുമായിട്ട്. സഭയെ മാത്രമല്ല എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമായിട്ട് ചുമതലയുള്ള ആളുകളുണ്ട്. അതിൽ ക്രൈസ്തവ സഭയുമായിട്ട് ലെയ്സൺ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇതെൻ്റെ ജോലിയാണ്. പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുള്ള എൻ്റെ ജോലിയാണ്. അല്ല, അത് എൻ്റെ അഭിപ്രായമാണ്. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി എന്ന നിലയിൽ ഇലക്ഷൻ്റെ ദിവസം അന്ന് രാവിലെ പത്രം എടുത്ത് നോക്കുന്ന ഒരാൾ കാണുന്ന ഒരു വാർത്ത, ആ വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ വാർത്ത കണ്ടായിരുന്നോ? അത് ഞാൻ കാണിച്ചത്. അന്ന് രാവിലെ കണ്ട വാർത്ത സ്വാഭാവികമായിട്ടും ഒരു ക്രൈസ്തവനെ ആരെപ്പോലെ തന്നെ എന്നെയും വേദനിപ്പിച്ചു. ഇല്ല, നിലപാട് ചുമ്മാ വല്ലവരും ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ട്. തെറ്റ് ചെയ്യുമ്പോൾ അല്ല ചൂണ്ടിക്കാണിച്ചാൽ പറ്റും. അല്ല, തെറ്റ് ചെയ്താൽ ആര് ചെയ്താലും, ഞാൻ പറയട്ടെ, ഈ സഭ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. ഞാനും ഉൾപ്പെടുന്ന, ഇതെല്ലാം ഉൾപ്പെടുന്ന കർത്താവിൻ്റെ തിരുശരീരമാണ് സഭ. ആ സഭയിൽ പുഴുക്കുത്തുകളുണ്ടായാൽ ചാട്ടവാറടിത്ത, അതായത് പള്ളിക്കകത്ത് കച്ചവടം നടത്തിയവരെ ചാട്ടവാർ അടിച്ച് പുറത്താക്കിയ കർത്താവിൻ്റെ ശിഷ്യരാണ് നിങ്ങൾ. അപ്പോൾ ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും എൻ്റെ പാർട്ടിക്കുള്ളിലാണെങ്കിലും എൻ്റെ വീട്ടിനുള്ളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാൻ ബാധ്യസ്ഥരാണ് ഓരോ പൊതുപ്രവർത്തകരും. ഇനി അത് തന്നെ ചെയ്യും, എന്നാ സംശയം? അത് നിങ്ങളല്ലേ പറയുന്നത്. നിങ്ങളങ്ങനെ സഭയുടെ പത്രമാണ്, അതിനകത്ത് എത്രയോ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. അത് മാത്രമല്ല, അത് പലപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു വശത്തോട് ചേർന്ന് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നൊക്കെ ഞാൻ ആക്ഷേപിച്ച ആക്ഷേപങ്ങൾ അതവിടെ നിൽക്കുകയാണ്. അതൊക്കെ ഞാൻ പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ട്. അവരത് പരിഗണിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു.